നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ദാമ്പത്യ ജീവിതം എങ്ങനെ സുന്ദരമാക്കാം എന്നുള്ളതാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് എറണാകുളത്തെ സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റായ വിപിൻ റോൾഡൻ്റ് ആണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ ദാമ്പത്യ ജീവിതം സുന്ദരമാക്കാം എന്നുള്ളൊരു കാര്യം പറയുമ്പോൾ തന്നെ ആ വാക്കിന് തന്നെ വളരെ മനോഹരമായിട്ടൊരു അർത്ഥം തന്നെയാണുള്ളത്. എല്ലാവരും കല്യാണം കഴിക്കുന്നതും ഒക്കെ ഒരു വലിയ സുന്ദരമായിട്ടുള്ള ഒരു ജീവിതം മുന്നിൽ കണ്ടിട്ടാണ് എല്ലാവരും ദാമ്പത്യ ജീവിതത്തിലേക്ക് എൻട്രി ചെയ്യുന്നതും ദാമ്പത്യ ജീവിതം തുടങ്ങുന്നതും മുന്നോട്ട് പോകുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിൽ ആഗ്രഹം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ജീവിതം മുന്നോട്ട് പോകുന്നു, സമാധാനപരമായിട്ടുള്ള മുന്നോട്ട് പോകുന്നു, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് രണ്ട് കുടുംബങ്ങളും രണ്ട് വ്യക്തികളും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്തുള്ള താളപ്പിഴകളാണ്. അതായത് ഹസ്ബൻഡിനും വൈഫുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വൈഫിന് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഹസ്ബൻഡിന് വൈഫിൻ്റെ വീട്ടുകാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ വളരെ ഈ നമ്മൾ അഴിക്കും തോറും കുരുങ്ങും തോറും അഴിക്കും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് പലപ്പോഴും പറഞ്ഞത്. അപ്പോൾ കേരളത്തിലെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്രത്തോളം നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു, പലപ്പോഴും നമുക്ക് പുറത്ത് അറിയാൻ സാധിക്കാതെ അവരുടെ ഇടയിലെ തന്നെ പ്രശ്നങ്ങൾ ഇരുന്നിരുന്ന് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം വളരെ ഒരു സ്ഫോടനാത്മക ായിട്ട് പുറത്തു വരുന്നതായിട്ട് കാണപ്പെടുന്നു. എത്രത്തോളം ബാധിച്ചിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകൾ? നമുക്ക് ഈ വിഷയം എനിക്കൊന്ന് സെലക്ട് ചെയ്ത് തന്നെ ചാനൽ വളരെയധികം അർത്ഥവത്തായ ഒരു സമീപനമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം നമുക്കിപ്പോൾ അറിയാം, കുടുംബ കോടതികളിൽ കേസുകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. എല്ലാ സ്ഥലത്തും വിവാഹത്തിൻ്റെ മംഗളങ്ങളും അല്ലെങ്കിൽ ആഘോഷങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് തോന്നും ഇത് അല്പം കൂടിപ്പോയില്ലേ ഈ വിവാഹ മംഗള ആഘോഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. എങ്കിൽ പോലും ഒരു സൈഡിൽ അത്തരം കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറു സൈഡിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിലെ സുന്ദരമായൊരു ഗാനമാണ്. അപ്പോൾ നമുക്ക് ഈ ദാമ്പത്യത്തിൻ്റെ തന്നെ പാട്ടുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. നമുക്ക് ബാംഗ്ലൂർ ഡേയ്സിൽ സുന്ദരമായൊരു പാട്ടുണ്ട്. അപ്പോൾ മാംഗല്യത്തിൽ ഒരു തന്തനായും തുന്തനായും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഈ പാട്ടുകളിൽ പോലും നമുക്ക് തുടങ്ങുന്ന ജീവിതത്തിൽ ആദ്യഘട്ടത്തിൽ പോസിറ്റീവ് ആണെങ്കിലും പിന്നീട് അങ്ങ് ജീവിതത്തിലേക്ക് മുമ്പോട്ട് പോയി കഴിയുമ്പോഴേക്കും ജീവിതത്തിൽ താളപ്പിഴകൾ വന്നു പോകുന്നു. ഈ ഒരു താളപ്പിഴകൾ വന്നു പോകുമ്പോൾ അത് പ്രോപ്പറായിട്ട് പരിഹരിക്കുന്നില്ല. ഈ പ്രോപ്പറായി പരിഹരിക്കാതെ വരുമ്പോൾ നമുക്ക് സാധാരണഗതിയിൽ വണ്ടി മേടിക്കുമ്പോൾ ഒരു വാഹനം വാങ്ങുമ്പോൾ അത് പുതിയതാണെങ്കിൽ പോലും പ്രോപ്പറായി സർവീസ് ചെയ്യാൻ പറ്റാതെ വന്നാൽ, ഈ വണ്ടിയുടെ പ്രോപ്പറായിട്ടുള്ള മെയിൻ്റനൻസ് നടത്തിയില്ലെങ്കിൽ, അതിൻ്റെ ബ്രേക്ക് മാറ്റേണ്ട സമയത്ത് മാറ്റിയില്ലെങ്കിൽ, ക്ലച്ചിൻ്റെ എന്തെങ്കിലും പെഡൽസിലൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ ഒക്കെയും തടസ്സങ്ങളും പ്രശ്നങ്ങളും അല്ലെ ബ്രേക്ക് ഡൗൺ ആകും എന്ന് പറയുന്ന പോലെ തന്നെ വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ ഒരു സൈഡിൽ നടക്കുമ്പോൾ തന്നെ മറു സൈഡിൽ കുടുംബ ബന്ധങ്ങൾ തകർച്ചയിലേക്ക് പോകുന്ന ഒരു വലിയ കാഴ്ചയാണ് കാണുക. ഇവിടെ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പാറ്റേണിലൊക്കെ കുറേ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഭർത്താവ് ആയി കഴിയുമ്പോൾ പുരുഷനിൽ വരുന്ന വ്യത്യാസങ്ങൾ, ഭാര്യയായി കഴിയുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ, ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഇടപെടൽ, ഭാര്യയുടെ വീട്ടുകാരുടെ ഇടപെടൽ, ഇനി രണ്ട് വീട്ടുകാരും തമ്മിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഇതെല്ലാം ചേർന്ന് പലപ്പോഴും നമുക്ക് പരിഹാരം അകലെയെന്ന് തോന്നുമാറാണ് പ്രശ്നങ്ങൾ വരിക. കുടുംബ കോടതികൾ എന്തായാലും പണ്ടത്തെ കാലത്തേക്കാൾ അവർ കേസുകൾ കെട്ടിക്കിടക്കണം. ഈ അടുത്ത കാലത്തിന് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 45,000-ലധികം കേസുകളാണ് ഹൈക്കോടതി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിട്ടിയ കണക്കുകൾ, കേസ് കെട്ടുകളെല്ലാം നമുക്ക് പരിഹാരത്തിന് വേണ്ടി കിടക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രോപ്പറായ ഒരു ദിശാബോധത്തോടു കൂടി ഭർത്താവിനെയും ഭാര്യയും ഈ രണ്ട് വീട്ടുകാരെയും നമുക്ക് മുമ്പോട്ട് നയിക്കേണ്ടതിൻ്റെ ഒരു പ്രാധാന്യമാണ് സത്യത്തിൽ ഈ ഒരു വിഷയത്തിൽ നമുക്ക് സൂചനയായിട്ട് നൽകുന്നത്. എന്തായാലും രണ്ട് വ്യക്തികൾ തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ രണ്ട് വ്യക്തികളുടെ വ്യക്തിത്വത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാകാം, സംസാരത്തിലുള്ള പ്രശ്നങ്ങളാകാം, അവരുടെ കമ്മ്യൂണിക്കേഷൻ പാറ്റേണിൻ്റെ ഇഷ്യൂസ് ആകാം. ഇതിലെല്ലാം സമൂലമായ മാറ്റം വന്നാലായിരിക്കാം ദാമ്പത്യ ജീവിതം സുന്ദരമാകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പറയാറുണ്ട്, ഒരു ബാച്ചിലേഴ്സ് പാർട്ടി കഴിഞ്ഞിട്ടാണ് പലപ്പോഴും ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ബാച്ചിലേഴ്സ് പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കല്യാണത്തിലേക്ക് പോകുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾക്കൊക്കെ ചിലവൊക്കെ കൊടുത്ത് അവർക്ക് ട്രീറ്റൊക്കെ കൊടുത്തതിന് ശേഷമാണ് കല്യാണത്തിലേക്ക് പോകുന്നത്. എപ്പോഴും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ യങ് ജനറേഷൻസ് അല്ലെങ്കിൽ തൊട്ട് മുമ്പ് വന്നിട്ടുള്ള ജനറേഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വളരെ നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടെങ്കിലോ വീട്ടിലൊക്കെ അവർ വളരെ സ്വതന്ത്രമായിട്ട് നടന്നിരുന്ന ആൾക്കാർ പെട്ടെന്നൊരു ദിവസം എല്ലാത്തിനും ആൻസറബിൾ ആവുന്ന ഒരു നിമിഷത്തിലേക്ക് പോവുകയാണ്. അതായത് മറ്റേത് വീട്ടിൽ പറഞ്ഞിട്ട് ഇപ്പോൾ അമ്മ ഞാൻ ഒരാഴ്ച വീട്ടിലേക്ക് ഉണ്ടാവില്ല, സുഹൃത്തുക്കളോടൊപ്പം ചിലവഴിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ വീട്ടിൽ വന്നു ഇടയ്ക്കിടയ്ക്ക് 2 ദിവസമൊക്കെ സുഹൃത്തുക്കളുടെ വീട്ടിലായിരിക്കും താമസിക്കും. ചിലപ്പം ഒരു ദിവസം ഒരു സ്ഥലത്തേക്ക് പോകുന്നു കഴിഞ്ഞ് അവർ വേറെ സ്ഥലത്തേക്കൊക്കെ സുഹൃത്തുക്കളോടൊപ്പം പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വളരെ ഫ്രീ ആയിട്ട് ജീവിച്ചൊരു ഇതായിരിക്കാം ഇതുള്ളത്. നേരെ സ്ത്രീയുടെ കാര്യമാണെങ്കിൽ എല്ലാ കാര്യത്തിലും പേരൻസ് വളരെ കെയർ ചെയ്യുന്നു, എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പേരൻസ് തന്നെ കൊണ്ടുപോകുന്നു, വളരെ ഡിപ്പെൻഡഡ് ആയിട്ട് ജീവിക്കുന്നു, എന്ത് കാര്യത്തിനകത്തും പേരൻസ് ഹെൽപ്പ് ചെയ്യുന്നു.
അങ്ങനെ ജീവിതമായിരിക്കും സ്ത്രീയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് ഈ താളപ്പിഴകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ? തീർച്ചയായും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്ക് വിവാഹത്തിന് മുമ്പ് സുഹൃത്തുക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ബാച്ചലർ പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഫ്രണ്ട്സ് എന്ന് പറയുന്നൊരു കാറ്റഗറി അവിടെ നിൽക്കുന്നു പുരുഷനെ സംബന്ധിച്ചിടത്തോളം. പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടിയുടെ ഫ്രണ്ട്സും അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ വിവാഹത്തിൻ്റെ തലത്തിലേക്ക് വരുമ്പോൾ നമുക്കിപ്പോൾ അറേഞ്ച്ഡ് മാരേജ് ആയിക്കോട്ടെ ലവ് മാരേജ് ആയിക്കോട്ടെ, ഇതിന് രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് പരിഹരിക്കാം. പക്ഷേ വിവാഹത്തിന് ശേഷം പ്രശ്നം വരാനുള്ള സാധ്യതയിലേക്ക് നോക്കുമ്പോഴേക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഫസ്റ്റ് പ്രയോറിറ്റി ആര് എന്നതാണ് ചോദ്യം. ആൺകുട്ടികൾ പറയും എൻ്റെ അമ്മ എന്നെ ഒരുപാട് കെയർ ചെയ്താണ് വളർത്തിയത്, എൻ്റെ അച്ഛൻ എന്നെ കെയർ ചെയ്യുന്നു, എനിക്കെൻ്റെ മിക്കവാറും പറയും എൻ്റെ അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ല അച്ഛൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. തീർച്ചയായിട്ടും നമുക്ക് അമ്മയും അച്ഛനും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ എൻ്റെ മാതാപിതാക്കൾ പോലും എന്നോട് പറഞ്ഞിട്ടുള്ളത് നിനക്ക് അച്ഛനും അമ്മയും ഒന്നാം സ്ഥാനത്താണ് എങ്കിൽ പോലും വിവാഹം കഴിയുമ്പോൾ നിങ്ങളുടെ പങ്കാളിയായിരിക്കണം നമ്പർ 1 ജീവിതത്തിൽ വരണ്ടേ. ഇതേപോലെ തന്നെ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ സഹോദരങ്ങളും ചിലപ്പോൾ കൂട്ടുകാരും എല്ലാം കഴിഞ്ഞിട്ടാണ് ഭർത്താവിന് സ്ഥാനം വരുന്നതെങ്കിൽ കാര്യമില്ല. അപ്പോൾ വിവാഹബന്ധം വരുമ്പോഴേക്കും നമുക്ക് ചില മതപരമായ പ്രാർത്ഥനകളിലൊക്കെ പറയുന്ന പോലെ നമുക്ക് ഇന്ന് മുതൽ മരണം വരെ എന്ന് പറഞ്ഞ് ചില പ്രതിജ്ഞകളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഒക്കെ ഒരേ മനസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്നുള്ള പ്രതിജ്ഞ എടുക്കുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഫ്രണ്ട്സിനാണെങ്കിൽ, ഫസ്റ്റ് പ്രയോറിറ്റി ചിലപ്പോൾ ജോലിക്കാണെങ്കിൽ, ഫസ്റ്റ് പ്രയോറിറ്റി ചിലപ്പോൾ മറ്റ് വീട്ടിലെ തന്നെ മറ്റ് മെമ്പേഴ്സിനാണെങ്കിൽ നാച്ചുറലി തനിക്ക് പരിഗണന കിട്ടുന്നില്ല എന്നൊരു പ്രശ്നത്തിൽ നിന്നും സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉരുത്തിരിയാം. അപ്പോൾ ഇത് പരസ്പരം ചർച്ച ചെയ്യുന്നുമില്ലെങ്കിൽ ആദ്യത്തെ 2 ആഴ്ച കൊണ്ട് 1 മാസം കൊണ്ട് തന്നെയും പ്രശ്നങ്ങളുണ്ടാകാം. കേരളത്തിൽ തന്നെ ഒരു കുറ്റി പുട്ടിൻ്റെ പേരിൽ അതിനെ തുടർന്ന് ഭർത്താവ് ഒരു വിരുന്നിന് പോയപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ വിളമ്പി വെച്ച ഭക്ഷണത്തിൽ 1.5 കുറ്റി പുട്ട് കൂടുതൽ കഴിച്ചു. അദ്ദേഹം പട്ടാളക്കാരനായിരുന്നു, അപ്പം വിശപ്പ് കൂടുന്ന ആളാണ്. പക്ഷേ ഇത് ഭാര്യയ്ക്ക് നാണക്കേടായി തൻ്റെ വീട്ടുകാർ മുമ്പ് തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് അത് പിന്നീട് വഴക്കുകളായിട്ട് ഡിവോഴ്സിലേക്ക് പോയ കേസുകൾ വരെയുണ്ട്. അപ്പോൾ പലപ്പോഴും വലിയ വലിയ ഇഷ്യൂസ് ഒന്നും ആവണമെന്നില്ല, ചില മൈക്രോ ഇഷ്യൂസ് ആയിരിക്കാം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇഷ്യൂസിൽ ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് എൻ്റെ പാർട്ട്ണറാണോ അതോ മറ്റ് ആരെങ്കിലുമാണോ? ഈ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ എനിക്ക് മാറാൻ പറ്റുമോ? എനിക്ക് എൻ്റെ ഭാര്യയെ എൻ്റെ ഭർത്താവിനെ എനിക്ക് തുല്യമായിട്ട് കാണാൻ പറ്റുമോ? അർഹിക്കുന്ന അല്ലെങ്കിൽ ആദരവോടുകൂടി ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുകയാണ്. ഈ രീതിയിലേക്ക് കൈകാര്യം ചെയ്യാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ, ആദരവ് പരസ്പരം കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സൂര്യാസ്തമയം കഴിഞ്ഞ് വിടുമ്പോഴാണ് പ്രശ്നം വരിക, അല്ലെങ്കിൽ മറ്റുള്ളവർ ഇടപെടുമ്പോഴാണ് പ്രശ്നം വരിക. അങ്ങനെ കടന്നു പോകാതെ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള സാഹചര്യങ്ങൾ അപ്പോൾ തന്നെ ഉണ്ടെങ്കിൽ, മുളയിലേ നുള്ളാൻ പറ്റുമെങ്കിൽ ഇതൊരു വലിയ പ്രോബ്ലത്തിലേക്കോ കോൺഫ്ലിക്റ്റിലേക്കോ ഡിവോഴ്സിലേക്കോ ഒന്നും പോകാതെ കൊണ്ടുപോകാൻ പറ്റുന്ന സുന്ദരമായൊരു സംഗീതം തന്നെയാണ് വിവാഹം. ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് നമ്മളിപ്പോൾ ഉപയോഗിക്കാത്തവർ ആരും തന്നെയില്ല. ഇപ്പോൾ യങ് ജനറേഷൻ എടുത്തു കഴിഞ്ഞാലും ഈവൻ പ്രായമായവർക്ക് പോലും ഇപ്പോൾ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അവരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത രീതിയിൽ അത് ഇഴകി ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ പുരുഷന്മാരുടെ മൊബൈൽസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓഫീസിലിരിക്കുന്ന ആൾക്കാരെ പലരും വിളിക്കുന്നുണ്ടാവും. ഫോർവേഡിങ് വാട്സാപ്പ് പോലെയുള്ള മെസ്സേജുകളിൽ ഗ്രൂപ്പുകളിലൊക്കെ ഫോർവേഡിങ് മെസ്സേജസുകൾ വരുന്നുണ്ടാവും. ഇതൊക്കെ പുരുഷന്മാരുടെ ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ സ്ത്രീയുടെ ഭാഗത്തുണ്ട്. അവരുടെ ഓഫീസിലോ അല്ലെങ്കിൽ അവരുടെ പഴയ ഫ്രണ്ട്സോ ഒക്കെ ഗ്രൂപ്പിൽ മെസ്സേജ് ഉണ്ടാവും, ആരെങ്കിലുമൊക്കെ വിളിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഒരു ഫോൺ കോൾ അകലെ എല്ലാവരെയും നമുക്ക് കിട്ടുന്ന ലെവലിലേക്ക് ഇപ്പം മാറിക്കഴിഞ്ഞു. ഇവൻ വിദേശത്തു നിന്ന് പോലും വളരെ പണച്ചെലവില്ലാതെ നമുക്ക് വിളിക്കാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ വന്നപ്പോൾ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഈ സംശയരോഗം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എപ്പോഴും സംശയം ഉണ്ടാകുന്ന ഒരു ഓപ്പോസിറ്റുള്ള വ്യക്തി എനിക്കുണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥയാണെന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്നു. അതുപോലെ തന്നെ ഭർത്താവിന് ഈ മൊബൈൽ ഫോണൊക്കെ എടുത്ത് നോക്കുമ്പോൾ തനിയെ ഒരു സംശയരോഗം അല്ലെങ്കിൽ സംശയം തോന്നുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല എനിക്ക് ഇതൊരു രോഗാവസ്ഥയാണോ അല്ലെങ്കിൽ ഇതിങ്ങനെ സംശയിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും? ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇത് നല്ല ചോദ്യമാണ്, നല്ല സംശയമാണ്. നമുക്കറിയാം മിക്കവാറും വീടുകളിലെ ഭർത്താവിൻ്റെ മൊബൈൽ ഫോണ്, ഭാര്യയുടെ മൊബൈൽ ഫോണ്, ഈ 2 പേർക്കൊരു ആഗ്രഹമുണ്ട് മറ്റേയാളുടെ മൊബൈൽ ഫോണിൽ എന്താണ് വരുന്നതെന്ന് അറിയാനും എന്താണ് അതിലൂടെ പോകുന്നതെന്ന് ഒക്കെ അറിയാനായിട്ട്. ഈ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് മുതൽ കിട്ടാത്തതുമൊക്കെ പലപ്പോഴും പ്രശ്നം വരാറുണ്ട്. ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അടിസ്ഥാനപരമായിട്ട് സത്യത്തിൽ വിവാഹം കഴിയുന്നുണ്ടെങ്കിലും ഭർത്താവിനും ഭാര്യയ്ക്കും അവരുടേതായ ഒരു പേഴ്സണൽ സ്പേസ് വേണം. മറ്റേ ആളുടെ മൊബൈൽ ഫോൺ നിർബന്ധപൂർവ്വം പിടിച്ചു വാങ്ങി പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിവാഹ ജീവിതത്തിനകത്തെ ട്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം തന്നെയാണ്. ഇത് ഒരു തലം. അതിനൊരു മറുവശമുണ്ട്. എൻ്റെ ഭർത്താവ് എൻ്റെ മൊബൈൽ ഫോൺ അഥവാ നോക്കിയാലും, എൻ്റെ വാട്സാപ്പ് മെസ്സേജ് നോക്കിയാലും, എൻ്റെ ഭാര്യ എൻ്റെ മൊബൈൽ ഫോൺ മെസ്സേജ് നോക്കിയാലും അതിനകത്ത് എൻ്റെ ഭർത്താവിനെയോ ഭാര്യയോ കാണിക്കാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നൊരവസ്ഥ പങ്കാളികൾക്ക് വന്നാൽ
അതിൻ്റെ ഒരു അംശമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ സംശയം ആരംഭിക്കും. സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുന്നവരോട് സംശയം തോന്നാമല്ലോ. അപ്പോൾ വിവാഹത്തിന് മുമ്പ് നിങ്ങൾക്ക് ചിലപ്പോൾ പ്രണയം ഉണ്ടായിരിക്കാം, വിവാഹത്തിന് ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങളെ കെയർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ടാവും. ചില ആളുകൾക്ക് ഒരുപാട് ഫ്രണ്ട്സുള്ള പെൺകുട്ടിക്ക് ചിലപ്പോൾ ഒട്ടും ഫ്രണ്ട്സ് ഇല്ലാത്തൊരു ഭർത്താവിനെ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇതൊന്ന് സിങ്ക്രണൈസ് ചെയ്ത് ഹാർമണി ക്രിയേറ്റ് ചെയ്ത് വന്ന് പതിയെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെടുത്തി എടുക്കാനുള്ളൊരു സമയമെടുക്കും പുതിയ ദാമ്പത്യത്തിലേക്ക് വരുമ്പോൾ. ഇനി ഇപ്പോൾ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ വന്നതിന് ശേഷം പുതിയ ദാമ്പത്യം പഴയ ദാമ്പത്യം ഒന്നുമല്ല. നമുക്ക് സ്വാഭാവികമായിട്ടും എല്ലാ വ്യക്തികൾക്കും ഈ ഗാഡ്ജറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സമയം അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ പരിഗണനയില്ലാതെ, പരസ്പര സംസാരമില്ലാതെ, പരസ്പരം പെരുമാറ്റം അല്ലെങ്കിൽ പരസ്പരം ഒരു കെയർ കൊടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ വാട്സാപ്പും ഫേസ്ബുക്കും എന്തു തന്നെ ആയിക്കോട്ടെ, പങ്കാളിക്ക് ഇഷ്ടകരമല്ലാത്തൊരു ശൈലി അതിനകത്തേക്ക് വരാത്ത രീതിയിലേക്ക് രണ്ടുപേർക്കും വേണ്ടി വന്നാൽ രണ്ടുപേരുടെ മൊബൈൽ എപ്പോൾ വേണമെങ്കിലും നോക്കാനുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി, എന്നാൽ പരസ്പരം മൊബൈൽ നോക്കുന്നൊരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അതത്ര നല്ലതല്ലെന്നും കൂടെ തിരിച്ചറിയുക. എന്നാൽ നോക്കേണ്ടി വന്നാൽ, എൻ്റെ ഭാര്യ എപ്പോൾ നോക്കിയാലും, എൻ്റെ ഭർത്താവ് എപ്പോൾ നോക്കിയാലും എൻ്റെ മൊബൈൽ ഫോണിനകത്ത് അസുഖകരമായിട്ടോ തെറ്റായ രീതിയിലുള്ള ബന്ധമോ പ്രശ്നങ്ങളോ ഇല്ലാന്നൊരു ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ വരുമ്പോൾ സംശയത്തിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്ക് അവിടെ വരുന്നില്ല. തീർച്ചയായിട്ടും മാലിക്, തിരിച്ചു പോകാൻ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം. ഹലോ ഡോക്ടറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദാമ്പത്യ ബന്ധം എങ്ങനെ സുന്ദരമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ ദാമ്പത്യ ബന്ധം സുന്ദരമാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ മൊബൈൽ ഗാഡ്ജറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ചില മതവിശ്വാസങ്ങളൊക്കെ അല്ലെങ്കിൽ മത ആചാരപ്രകാരമായിട്ട് കല്യാണത്തിന് മുമ്പ് ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, നമുക്ക് ചില മതവിചാരങ്ങളനുസരിച്ച് രീതി അനുസരിച്ചിട്ട് ചിലർക്ക് അങ്ങനെ ഇല്ലാതാനും. അപ്പോൾ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉള്ള അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്ന ചില മതവിചാരങ്ങൾ അല്ലെങ്കിൽ മതത്തെ സംബന്ധിച്ച് അത്തരം ഗ്രൂപ്പുകളിൽ ഈ ഡൈവോഴ്സ് പോലെയുള്ള പ്രശ്നങ്ങൾ കുറവാണോ? അതൊരു ഭാഗത്ത്. രണ്ടാമത്, ഇതുപോലെ തന്നെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഹെൽപ്പ് ചെയ്യുമോ? ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ പാർട്ടായിട്ട് ഡിവോഴ്സ് കുറയുമോ എന്നൊരു ചോദ്യത്തിന് കുറയാൻ വേണ്ടിയുള്ള പരിശീലനമാണ് കൊടുക്കേണ്ടത്. നമുക്ക് പല മതപരമായ ഗ്രൂപ്പുകളിലും ജാതീയമായ ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പോൾ ഇത്തരം ഒരു പ്രവണത വന്നിട്ടുണ്ട്. അത് നല്ലത് തന്നെ. ഇനി വിവാഹത്തിന് മുൻപുള്ള കാര്യം കൊടുത്തതുകൊണ്ട് വിവാഹ ജീവിതത്തിൽ ദാമ്പത്യ ബന്ധത്തിൽ സന്തോഷകരമായിട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എങ്കിലും അതിൻ്റെ ഒരു സൈഡ് മാത്രം കൊടുക്കുമ്പോൾ അത് പരിപൂർണമാവുന്നില്ല എന്നുള്ളതാണ് ഡിവോഴ്സ് ഇപ്പോൾ വരാനുള്ള മറ്റൊരു കാരണം. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് മനഃശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും ശക്തമായിട്ട് ക്ലിനിക്കൽ സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻസ് ഇന്ന് ഒരുപാട് കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സൈക്കോളജിസ്റ്റുകളും കൗൺസിലേഴ്സും എല്ലാം വളരെ പോസിറ്റീവായിട്ട് കുടുംബത്തെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ വളരെ നിർണായകമായ രണ്ട് കാര്യമാണ് വിവാഹത്തിന് മുൻപുള്ള ഒരു കൗൺസിലിംഗ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സപ്പോർട്ട്. നമുക്കതിനിപ്പോൾ പല പേരുകൾ അത് അറിയപ്പെടുന്നുണ്ട്. എന്തായാലും നമുക്കൊരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്നതിനെ പറയാം. അതോടൊപ്പം തന്നെ വിവാഹത്തിന് ശേഷമുള്ള ഒരു പോസ്റ്റ് മാരിറ്റൽ കൗൺസിലിംഗ് എന്ന വാക്കും വേണം ഉപയോഗിക്കാം. ഈ കൗൺസിലിംഗ് എന്നുള്ള വാക്കിനെയും തെറ്റിദ്ധരിക്കേണ്ടതില്ല. കാരണം നമുക്ക് രണ്ടുപേരും രണ്ട് വ്യക്തിത്വങ്ങൾ, ഓഫ് കോഴ്സ് പുരുഷനും സ്ത്രീയും, ആൺകുട്ടിയും പെൺകുട്ടിയും രണ്ട് സ്വഭാവ ശൈലികൾ, രണ്ട് പേഴ്സണാലിറ്റി ആസ്പെക്ട്സിൽ നിന്നാണ് വിവാഹ ജീവിതത്തിലേക്ക് വരിക. നമുക്ക് ഇതിനകത്ത് സ്വാഭാവികമായിട്ടും അലുവയും മത്തിക്കറി എന്നൊക്കെ പറഞ്ഞ പോലെ ചില പ്രയോഗങ്ങളുണ്ട്. രണ്ടു പേരുടെയും ക്യാരക്ടേഴ്സ്, അവരുടെ കുടുംബശൈലികൾ, അവർ വളർന്നു വന്ന സാഹചര്യങ്ങൾ തമ്മിൽ ചേരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് തന്നെ അറിയണം ഏതൊക്കെ കുഴപ്പങ്ങളാണ് എൻ്റെ വ്യക്തിത്വത്തിലുള്ളത്. കുഴപ്പങ്ങൾ എന്ന് പറയുമ്പോഴും തെറ്റിദ്ധരിക്കരുത്. കാരണം എൻ്റെ വിവാഹ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ പങ്കാളിയുമായിട്ട് അനുരൂപമാകാൻ അല്ലെങ്കിൽ ഒത്തുപോകാൻ പറ്റാത്തതായി നിൽക്കുന്ന എൻ്റെ അമിത ദേഷ്യമാകാം, അമിതമായ ഉത്കണ്ഠയായിരിക്കാം, എൻ്റെ ഒരു വിഷാദ തലമായിരിക്കാം, ചിലപ്പോൾ എൻ്റെ ഏതെങ്കിലും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് തലത്തിലേക്ക് പലപ്പോഴും എനിക്ക് ഇമ്പൾസീവായിട്ട് വരാവുന്ന രീതിയിൽ നമുക്ക് ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, UPD എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സിലൂടെയൊക്കെയാണോ അല്ലെങ്കിൽ അവസ്ഥയിലൂടെയാണോ ഞാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളും പലപ്പോഴും നമുക്ക് തുറന്ന് സംസാരിക്കാനും സംവദിക്കാനും നല്ലൊരു സൈക്കോളജിസ്റ്റിന് സാമീപ്യം ആവശ്യമാണ്. ഇങ്ങനൊരു സൈക്കോളജിസ്റ്റിനെ കാണുമ്പോൾ ഈ സൈക്കോളജിക്കൽ കൺസൾട്ടേഷനിലൂടെ നമ്മളെ വിവാഹത്തിലേക്ക് ഒരുക്കാനായിട്ട് ചില ഇൻവെൻട്രികളും അതുപോലെ തന്നെ അസസ്മെൻറ്റുകളൊക്കെ വഴി നമ്മുടെ പേഴ്സണാലിറ്റി പ്രൊഫൈലിംഗ് വരെ ചെയ്യാൻ പറ്റി നമ്മുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് ഒരു ഒരുക്കത്തോടു കൂടി വിവാഹ ജീവിതത്തിലേക്ക് പോകാൻ വേണ്ട ഇൻ്റർവെൻഷൻസ് ഒക്കെ തരാനും വിവാഹത്തെക്കുറിച്ചുള്ള ചില മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ തെറ്റായ ധാരണകളൊക്കെ മാറ്റിയും വിവാഹ ജീവിതം, ലൈംഗിക ജീവിതം, അങ്ങനെയുള്ള പല മേഖലകളെക്കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയോടുകൂടി വിവാഹ ജീവിതത്തിലേക്ക് സമീപിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, വിവാഹത്തിന് മുൻപുള്ളത്. പക്ഷേ വിവാഹം കഴിഞ്ഞ് നമുക്ക് ആദ്യത്തെ ദിവസം മുതലേ പല കോൺഫ്ലിക്ട്സുകളും വരാം. കാരണം വിവാഹത്തിന് മുമ്പാണ് നമ്മളിപ്പോൾ ഒരു കോച്ചിങ് എടുത്തത്. അതിനുശേഷം നോർമലായിട്ട്
സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ പ്രശ്നങ്ങൾ വരാം. അവിടെയാണ് നമ്മൾ സാധാരണ ഇപ്പോൾ മോഡേൺ സൈക്കോളജികളൊക്കെ സജസ്റ്റ് ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞൊരു 15 ദിവസത്തിന് 30 ദിവസത്തിനിടയ്ക്ക് നിങ്ങൾക്കൊരു പോസിറ്റീവ് കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് മാരിറ്റൽ കൺസൾട്ടേഷൻ ഒരു